ആമേൻ. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേൻസ് മിനിസ്ട്രിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും സ്തോത്രവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, വളരെ കാലിക പ്രസക്തിയുള്ള, അതായത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമായിരിക്കുന്ന ആത്മീയ അന്തരീക്ഷം അതിവേഗമാണ് ചലിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി ഉള്ള എല്ലാ മക്കളും അത് മനസ്സിലാക്കണമെന്ന് ഞാൻ അറിയണം. അപ്പോൾ നമ്മൾ വളരെ കൃത്യവും വ്യക്തവുമായ ധാരണകൾ ആത്മീയതയെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും ഓരോ ടേംസ് അല്ലെങ്കിൽ ഓരോ പ്രതിപാദിക്കുന്ന ഓരോ വിഷയങ്ങൾ, ആത്മീയ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ആഴത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം വചനമാണ് ബേസ്. വചനമില്ലാതെ, ആ വചനമാകുന്ന ആ ബുക്കിൽ അത് ജീവിക്കുന്ന ദൈവം, വസിക്കുന്ന ദൈവത്താൽ ശ്വാസീയമായ ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാകുന്ന അക്ഷരത്തിൽ അതേ ആത്മാവും അക്ഷരവും ചേർന്ന് ഇരിക്കണ ആ ബുക്കിൽ 40 ഓതേഴ്സ് 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിയ മുഴുവൻ വചനം യേശുക്രിസ്തു എന്ന ഒരു കേന്ദ്ര ബിന്ദുവിൽ അല്ലെങ്കിൽ ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ആ വചനത്തിന് സത്യത്തിൽ ഈ എക്സിസ്റ്റൻസിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിവട്ടും അല്ലെങ്കിൽ സെൻറ്ററും യേശുക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. വചനത്താൽ സൃഷ്ടിതമായതാണ് സകല കാര്യങ്ങൾ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ. ഇപ്പം അപ്പോസ്തലിക സഭകളിലുള്ളവരാണെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അതിൽ പറയണ കാര്യങ്ങൾ സത്യത്തിൽ ഉൾക്കൊണ്ടാണോ മനസ്സിലായിട്ടാണോ പറയണത്, ഇതെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിലൊക്കെ വചന അധിഷ്ഠിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ദൈവിക നീതി. അതായത് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 33-ാം തിരുവചനം സംസാരിക്കുകയാണ് നമ്മളോട്. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി സകലവും ചേർക്കപ്പെടും. ഈ ദൈവരാജ്യം, ദൈവിക നീതി, ഈ 2 കാര്യങ്ങളും കർത്താവ് ഇവിടെ കർത്താവിൻ്റെ വചനങ്ങൾ മുഴുവനും, കർത്താവ് ഭൂമിയിലായിരിക്കും സംസാരിച്ചതും മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചതും സംസാരിച്ചതും. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് നമ്മൾ ഓരോ ഉപമകളിലൂടെയും കർത്താവ് നമുക്ക് തുറന്നു തരുന്നതും. മനസ്സിൻ്റെ നവീകരണത്തിനുള്ളതും ആത്മാവിൻ്റെ പോഷണത്തിനും ഉള്ളതുമായ കാര്യങ്ങളാണ് അതിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ ദൈവിക നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിലുള്ളതായിട്ട് പല പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴൊക്കെ തോന്നിയ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വിഷയത്തെ പ്രത്യേകമായി എടുക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിൽ പ്രേരണ ലഭിച്ചത്. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. ദൈവിക നീതി, അതായത് ദൈവരാജ്യം ഒരു വിഷയം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവിക നീതി. നീതി എന്നുള്ള വാക്കിന് വളരെ അധികം പ്രസക്തിയുണ്ട് അല്ലേ? നമ്മുടെ പ്രത്യേകിച്ച് ആത്മീയത അല്ലെങ്കിൽ മതത്തിലാണെങ്കിൽ പോലും, എല്ലാ മതങ്ങളും അനുശാസിക്കുന്ന ഒരു കാര്യമാണ് നീതി. ദൈവവുമായി ഒരു കമ്മ്യൂണിയനിൽ അല്ലെങ്കിൽ ദൈവത്തെ കിട്ടാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നീതി കൂടിയേ തീരൂ എന്നുള്ള ഒരു കാര്യം. അപ്പം നീതി എന്നുള്ള വാക്കുകൊണ്ട് ജസ്റ്റിസ് അല്ലെങ്കിൽ റൈറ്റ്യസ്നെസ് എന്നുള്ള വാക്കൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഈ നീതി, ദൈവിക നീതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പല വിശ്വാസികൾക്കും തിരിച്ചറിവില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ പ്രത്യേകമായും ഈ വിഷയത്തെ എടുത്തിരിക്കണം. ഹല്ലേലൂയ. ഈ ദൈവിക നീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യർ ലോകം പറയുന്നത് പോലെയുള്ള നല്ലത് ചെയ്യണം. അപ്പോൾ നല്ലത് ചെയ്താൽ നമ്മൾ നന്മ പ്രവർത്തികൾ, നീതി പ്രവർത്തികൾ എന്നൊക്കെ നമ്മൾ എന്താ പറയുക, ചാരിറ്റി, പാവങ്ങളെ സഹായിക്കൽ, അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കൽ, മറ്റുള്ള ഉദാരമായിട്ടുള്ള
സംഭാവനകളോ അല്ലെങ്കിൽ മറ്റുള്ള നന്മ പ്രവൃത്തികളോ ചെയ്യൽ, ഇതൊക്കെ അല്ലെങ്കിൽ ചില തീർത്ഥാടനത്തിന് പോകുന്നത് വഴി ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ, ദൈവത്തിൻ്റെ മുന്നിൽ നീതിമാനായി കണക്കാക്കപ്പെടാൻ ഞാൻ ചെയ്യണ കുറേ പ്രവൃത്തികൾ, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്നെ ദൈവം അതെനിക്ക് നീതിയായിട്ട് കണക്കാക്കും. എന്നെ ദൈവത്തിൻ്റെ മുന്നിൽ എനിക്ക് അതുകൊണ്ടൊരു ശരിയായ ഒരു അസ്തിത്വം അല്ലെങ്കിൽ ശരിയായ ഒരു നിൽപ്പ്, റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ്, അത് എനിക്ക് കിട്ടും എന്ന് ചിന്തിച്ചിട്ടാണ് എല്ലാ മതങ്ങളും ഈ മതം എപ്പോഴും ഈ നീതി പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ നീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ വചനം പറയണത് വിശ്വാസി എന്നുള്ള പേരിലുള്ള ആൾക്കാർ പോലും അധികം പേരും ഈ പ്രവൃത്തി കൊണ്ട് ഞാൻ ഉപവസിച്ച് നീതിമാനാവാൻ വേണ്ടി നിങ്ങൾ ഉപവസിച്ചാൽ അത് പ്രവൃത്തിയിലാണ് ആശ്രയിക്കുന്നത്, അത് ദൈവിക നീതി അല്ല. അപ്പൊ സത്യത്തിൽ എന്താണ് ദൈവിക നീതി അല്ലെങ്കിൽ വചനം അനുസരിച്ച് നീതി എന്ന് പറഞ്ഞാൽ? സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം പറയണം അല്ലെ. അപ്പോൾ ഈ സകല മനുഷ്യരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ദൈവിക നീതിമാനായ ഒരുവൻ പോലുമില്ല എന്ന് അതിൻ്റെ കൂടെ ചേർന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ നീതിമാനാണ് എന്ന് പറഞ്ഞു ചെല്ലാൻ ഈ പ്രവൃത്തി കൊണ്ടൊന്നും എനിക്ക് സാധ്യമല്ല. എന്താ കാര്യം? എൻ്റെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ വെറും കറ പുരണ്ട തുണി പോലെയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ നീതിയിലേക്ക് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വയം നീതി പര്യാപ്തമല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ആദ്യം വരികയാണ് വേണ്ടത്. ഈ സ്വയം നീതി നമ്മൾ ഒരു പിൽഗ്രിമേജിന് പോയാൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് ദാനം ചെയ്താൽ, അല്ലെങ്കിൽ ഉപവസിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ, ദശാംശം കൊടുത്താൽ ഒന്നും നിങ്ങൾക്ക് ഈ ദൈവിക നീതിയിലേക്ക് വരിക സാധ്യമല്ല എന്ന് വചനം കൃത്യമായി പറയുന്നുണ്ട് അല്ലെ. റോമർക്ക് എഴുതിയ ലേഖനം വീണ്ടും 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയണത് നമ്മൾ ഈ ദൈവിക നീതിയെ കുറിച്ച് അജ്ഞരാകൊണ്ട്, ആൾക്കാർക്കറിയില്ല ദൈവിക നീതി എന്താണെന്ന്. അജ്ഞരാകൊണ്ട് അവർ തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കൊണ്ടാണ് അവർ ഓരോന്ന് ചെയ്യണതെന്ന്. അതായത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാവാൻ പറ്റുക എന്ന് ഇവർക്ക് അറിയാത്തതുകൊണ്ട് എൻ്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ദൈവത്തെ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത്, പാപത്തിനെ കോമ്പൻസേറ്റ് ചെയ്ത് നീതിയിലേക്ക് കയറാനുള്ള ഒരു ശ്രമം, അത് ദൈവത്തിൽ സ്വീകാര്യമല്ല. അപ്പോൾ എന്താണ് ദൈവിക നീതി? അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ആ നിത്യജീവനും. ആ അയച്ച കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നീതി വഴി, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം വഴി, അതിൽ വിശ്വസിക്കുക വഴി ഒരുവനെ നീതീകരിക്കാനുള്ള ദൈവത്തിൻ്റെ വലിയ പ്ലാനിലേക്ക് കയറി നിൽക്കുക എന്നതാണ് ദൈവിക നീതി എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം ക്ലിയറായി പറഞ്ഞതിലും, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കാൻ പിതാവ് തിരുവിഷ്ടപ്പെട്ടു. ആ വിശ്വാസത്താൽ ഈ നീതി കൊടുക്കാൻ, അതായത് പിതാവായ ദൈവത്തിൻ്റെ അതേ എസൻസായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഈ നീതിയുടെ വസ്ത്രം, അതായത് ദൈവിക നീതിയുടെ വസ്ത്രം, വെള്ള വസ്ത്രം എനിക്ക് തരാൻ വേണ്ടിയും, എൻ്റെ കറപുരണ്ട നീതിയുടെ വൃത്തികെട്ട വസ്ത്രം, എൻ്റെ പാപമനുഷ്യൻ്റെ എൻ്റെ കറപുരണ്ട എല്ലാ അകൃത്യങ്ങളും അനീതിയും കൊണ്ട് നിറഞ്ഞ എൻ്റെ വൃത്തികെട്ട വസ്ത്രം കർത്താവ് എടുത്തിട്ട് പകരം കുരിശിലൊരു എക്സ്ചേഞ്ചാണ് നടക്കുക. കുരിശിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ എല്ലാവർക്കും ഈ നീതിയുടെ വസ്ത്രം അവിടെ ഒരുക്കി വെച്ചേക്കാണ്. സകല മാനവജാതിയിലുള്ള ഏതൊരാൾക്കും യേശുക്രിസ്തുവിലേക്ക് അനുദപിച്ച് തിരിയുന്നത് വഴി എനിക്ക് പാപജീവിതം വേണ്ട എന്ന്, പാപജീവിതം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് വരാൻ പാടുള്ളൂ എന്നല്ല, പാപജീവിതം വേണ്ട എന്ന എനിക്ക് ദൈവത്തെ വേണമെന്ന് ആഗ്രഹിച്ചാൽ മതി. ആ ആഗ്രഹിച്ചിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ബാക്കി കർത്താവ് ചെയ്തോളും. അതിനുള്ള
കൃപ കർത്താവ് തരും. അതിന് നമ്മൾക്ക് പാപത്തോട് കൂടി ക്രിസ്തുവിനെ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പാപം എനിക്ക് വേണ്ട ഒന്ന് ചിന്തിക്കാൻ, ഒന്ന് എനിക്കിതിൽ നിന്ന് കരകയറണം എന്നൊന്നൊരു ചിന്തയോടെ കർത്താവിലേക്ക് ഒന്ന് നോക്കിയാൽ ഈ മോശം വസ്ത്രം എടുത്തിട്ട് പകരം വിശുദ്ധിയുടെ വെള്ള വസ്ത്രം നമുക്ക് കർത്താവ് തരികയാണ്. ആ വിശുദ്ധിയുടെ വെള്ള വസ്ത്രമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ റൈറ്റ് സ്റ്റാൻഡിങ് കിട്ടാനുള്ള നീതിയുടെ വസ്ത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഇതിൽ അപകടം ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇത് പലർക്കും ഇത് അറിയാതിരിക്കുമ്പോൾ നമ്മൾ നീതി സ്ഥാപിക്കാൻ വേണ്ടി വ്യഗ്രത പൂണ്ട്, നമ്മൾ സ്വന്തം നീതി, സ്വയം നീതി സ്ഥാപിക്കാൻ വ്യഗ്രത പൂണ്ട് ഓരോരോ പ്രവൃത്തികളിൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നീതിയിൽ നിന്ന് ആ റൈറ്റസ്നെസ്, ദൈവം തരുന്ന റൈറ്റസ്നെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെയാവും. അങ്ങനെ നീതിയിൽ നിന്ന് വീണുപോയാൽ എന്ത് സംഭവിക്കും? നീതിയിൽ നിന്ന് വീഴുപോകുമല്ല, എന്നെ നീതിമാനാണെന്ന് അറിയാതെ ഞാൻ തന്നെ, എനിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഉള്ള ഒരാൾ, അയാൾക്ക് ഓൾറെഡി വോട്ട് ചെയ്യാം, സിറ്റിസൺ ആണ്, പക്ഷെ ഇയാൾ ഇതിനെക്കുറിച്ച് അജ്ഞനാണെങ്കിൽ ഇയാൾ വീണ്ടും സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടി നടക്കും പോലെ ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ. അതെനിക്ക് തന്നു കഴിഞ്ഞു കർത്താവ്. അപ്പോൾ അതെങ്ങനെയാണ് തരുന്നത്? ഞാൻ അനുദപിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ ഞാൻ യേശുക്രിസ്തു, ഇപ്പോൾ റോമർക്ക് എഴുതിയ 6-ാം അധ്യായം 3-ാം വാക്യം പറയണ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനായി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അപ്പോൾ ഇതിലെല്ലാം ഓരോ വാക്കുകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ്റെ മരണത്തോടാണ് ഐക്യപ്പെട്ടത്. ആരാ ഐക്യപ്പെട്ടത്? എന്നിലെ പാപ മനുഷ്യനാണ്. പാപിയായിരുന്ന ആദത്തിൽ ജനിച്ച പാപിയായ മനുഷ്യൻ, സകലരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു, നീതിമാൻ ഒരുവൻ പോലും ഇല്ല എന്ന് പറഞ്ഞ അനീതിയുള്ള മനുഷ്യൻ, ആദത്തിലെ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തോടൊപ്പം ഈ പാപി കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ പാപി, എന്നിലെ പാപി കുരിശിൽ കർത്താവിനോട് കൂടി, അത് കണ്ണടച്ച് നിങ്ങളത് അങ്ങനെ ആ ബോധ്യം കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ മനസ്സിലാക്കൂ, അങ്ങനെ ഉള്ളിൽ കണ്ടു നോക്കൂ. എൻ്റെ കൂടെ കർത്താവിനോട് കൂടി കുരിശിൽ കിടക്കണ ഞാൻ, അത് എൻ്റെ പാപിയാണ്. ആ പാപി കുരിശിൽ കഴിഞ്ഞു, കുരിശിൽ തീർന്നു. കർത്താവിനോട് കൂടി ഞാൻ ബാപ്റ്റിസം എടുത്താൽ ഞാൻ യേശുക്രിസ്തുവിനോട് കൂടി സംസ്കരിക്കപ്പെടുന്ന, അല്ലെ? കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിനോട് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു ഭാഗത്തിൽ നമ്മൾക്ക് കാണാം. യേശുക്രിസ്തുവിനോട് ഒപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, സംസ്കരിക്കപ്പെട്ടു. അപ്പോൾ യേശു സംസ്കരിക്കപ്പെട്ടപ്പോൾ ഈ പാപി മരിച്ചു, എന്നിട്ട് കർത്താവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, വീണ്ടും ഉയർത്തെഴുന്നേക്കാണ്. ഉയർത്തെഴുന്നേക്കണത് ആരാ? ഉയർത്തെഴുന്നേക്കണത് നീതിമാനായ പുതിയ സൃഷ്ടി യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടുള്ള, അതായത് പാപി അകത്ത് അങ്ങനെ തന്നെ ഉണ്ട്. എന്നിട്ട് യേശുക്രിസ്തുവിനെ കവർ ചെയ്തു, യേശുക്രിസ്തു ആവുന്ന ഒരു കവർ അതിൻ്റെ പുറത്തിട്ടു എന്നുള്ളൊരു ധാരണ ഒരുപാട് ആൾക്കാർക്കുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മനസ്സ് മാറാത്തതുകൊണ്ട്, മനസ്സിൻ്റെ നവീകരണം ശരിക്കും സംഭവിക്കാത്തതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മാറിയിട്ടില്ല, ഇത് പുറത്തൊരു കവറുണ്ട്. അത് പഴയ നിയമത്തിലാണ് അകൃത്യങ്ങളും പാപങ്ങളും മറയ്ക്കപ്പെടുന്നത്. പുതിയ നിയമത്തിൽ പുതിയ സൃഷ്ടിയാവുമ്പോൾ എൻ്റെ ജീൻ, എൻ്റെ DNA മാറി, എൻ്റെ ജീൻ ദൈവത്തിൻ്റെ ജീനായി. ഞാൻ യേശുക്രിസ്തുവിൽ നിന്ന് ജനിക്കണ പുതിയൊരു തരം സൃഷ്ടിയാണ്. അതായത് ഞാൻ പാപിയായിരുന്ന ഞാൻ, പഴയ മനുഷ്യനായിരുന്ന ഞാൻ മരിച്ചോടുകൂടി ഒരാളുടെ ക്രൈം ഫയൽ അവിടെ ക്ലോസ് ആവുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനു മുമ്പ് അയാൾ, ആ വ്യക്തി ചെയ്തിരുന്ന പാപമൊന്നും അയാളുടെ കണക്കിലില്ല. അയാൾ പുതിയ മനുഷ്യൻ, പുതിയതായി അയാൾ അടക്കപ്പെട്ടു. പുതിയ ഒരു സൃഷ്ടി പുതിയതായിട്ട് ജനിക്കുകയാണ്. അതായത് പുതിയ തരം, ആദത്തിലുള്ള ടൈപ്പ് മനുഷ്യനല്ല യേശുക്രിസ്തുവിലുള്ള ടൈപ്പ് മനുഷ്യൻ. യേശുക്രിസ്തുവിലുള്ള മനുഷ്യൻ നീതിമാനാണ്. നീതിയാൽ, അത് ശരിയായ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയണേ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടി നമ്മൾ ഇതിൽ തന്നെ പ്രതിപാദിക്കാം. കാരണം ഇത് വളരെയേറെ വളച്ചൊടിക്കപ്പെട്ട് പറയപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ നീതിമാനായി കഴിയുമ്പോൾ, നീതിമാനായ
എൻ്റെ ഉള്ളിൽ എന്താണ് പ്രഥമമായിട്ടുള്ള വരുന്ന ഒരു വ്യത്യാസം. ആദ്യം തന്നെ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾ നീതിമാനാണെങ്കിൽ പോലും അയാൾ നീതിയുടെ വചനം അല്ലെങ്കിൽ നീതിയുടെ വചനം പാല് കുടിക്കുന്ന ശിശുക്കൾക്ക് മാംസം ഭക്ഷിക്കാറായിട്ടില്ല. നീതിയുടെ വചനം മാംസമാണ്. അപ്പോൾ ഈ പാല് കുടിക്കുന്ന സ്റ്റേജിൽ ഇനിഷ്യൽ അല്ലെങ്കിൽ ആദ്യത്തെ പുതിയതായി വന്ന ഒരു പുതുവിശ്വാസി പാല് കുടിക്കുന്ന സ്റ്റേജിലാണെങ്കിൽ അയാൾക്ക് നീതിയുടെ വചനത്തിലെ പ്രാഗൽഭ്യം ഉണ്ടാവില്ല. അപ്പം അയാൾക്ക് ആദ്യം തന്നെ ആ നീതിബോധം കിട്ടാത്തതാണ് നല്ലതും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സിൻ്റെ നവീകരണത്തിലേക്ക് പരിപൂർണമായ ഒരു കോപ്പറേഷൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് സബ്മിറ്റഡ് ആയിട്ട് പരിശുദ്ധാത്മാവിന് സ്വയത്തെ സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനോടൊപ്പം വചനത്തിനനുസൃതമായി ചരിക്കാനും ഇടയിൽ ഈ മരിച്ച് അടക്കപ്പെട്ട പഴയ പാപി റിസറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ ആ സ്വയത്തെ ചവിട്ടിക്കൊണ്ട് വചനമനുസരിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനിലേക്കുള്ള കാര്യം അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിക്കുകയും ജഡത്തെ മരിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതം കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ നീതിയുടെ വചനത്തിൽ പ്രാഗൽഭ്യം ഉള്ളവർ അല്ലെങ്കിൽ നീതിയുടെ വചനം മനസ്സിലാവാൻ തന്നെ പറ്റുള്ളൂ. ഈ നീതി മനസ്സിലായാൽ, അതായത് ഒരു കാല പഴക്കം ചെന്ന അല്ലെങ്കിൽ തഴക്കവും വർഷങ്ങളായുള്ള വിശ്വാസി തീർച്ചയായിട്ടും ആ നീതിയിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ബോധ്യം വേണം, ഞാൻ നീതിമാനാണ് എന്ന്. അപ്പം നീതിമാനാണെന്ന് എങ്ങനെയാണ് ആ ബോധ്യം വരുന്നത്? ഈ നീതി സത്യത്തിൽ നമുക്കെല്ലാം കിട്ടിയിട്ട് അല്ലെ, കുരിശിൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് എഴുതി തന്നിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഇതിനെക്കുറിച്ച് അജ്ഞരാണെങ്കിൽ, ശിശുക്കളെ പോലെ ആയാൽ എനിക്കിതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ കുരിശിൽ എനിക്ക് കിട്ടിയത് എന്തെല്ലാമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ഈ നീതി ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. അത് ദൈവത്തിൽ, അതായത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയാണ്, നമ്മൾ കൃപയുടെയും, അതായത് ആദത്തിൽ ഒരു മനുഷ്യൻ ആദത്തിലൂടെ വീഴ്ച മൂലം പാപിയായതുപോലെ യേശുക്രിസ്തുവിലുള്ള മനുഷ്യരിലൂടെ നമ്മൾ എത്രയോ അധികമായി ജീവനിൽ വാഴും എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ, സമൃദ്ധി ലഭിക്കുന്നവർ എന്ന സത്യവേദ പുസ്തകത്തിലും സ്വീകരിക്കുന്നവർ എന്നാണ് മറ്റുള്ള POC ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്വീകരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അത് അവൈലബിളാണ്, പക്ഷെ നമ്മളത് എടുക്കണം. ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് നിങ്ങളോട് പറയാണ്, ഒരു പാർട്ടിക്ക് ക്ഷണിച്ചു, ഒരു ഡിന്നറിന് ക്ഷണിച്ചു. പോകുമ്പോൾ അവിടെ ഒരു ടേബിളിൽ ആ എൻട്രൻസിൻ്റെ അവിടെ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് പാക്കറ്റ് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് കുറേ പേര് അതെടുത്തു, കുറേ പേര് അത് മറന്നു. എടുത്തവർക്കല്ലേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ 100 ആൾ വന്നിട്ടുണ്ടെങ്കിൽ ആ 100 ആൾക്കും ഉള്ള ഗിഫ്റ്റ് പാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് പേര് മാത്രമേ അത് എടുക്കാൻ പറ്റിയിട്ടുള്ളെങ്കിൽ അത് ആ എടുത്തവർക്കേ അതുള്ളൂ, എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ പോലും ഉള്ളിൽ നമുക്ക് ആ ബോധ്യം വരണം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എന്നിൽ വന്ന മാറ്റം, അതായത് ഞാൻ പുതിയ സൃഷ്ടിയായി ഇനി യേശുവിൻ്റെ നിയമങ്ങൾ എൻ്റെ ഹൃദയ ഫലകങ്ങളിൽ എഴുതപ്പെടും. ഹല്ലേലൂയ. ഒരു വലിയ മൂല്യച്യുതി ഈ മേഖലയിൽ ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഒരു പ്രത്യേകതരം പഠിപ്പിക്കലുകളുണ്ട്. അതായത് എന്ത് ചെയ്താലും, ഞാൻ നീതിമാനായതുകൊണ്ട് എന്ത് ചെയ്താലും ഞാൻ പിന്നെ നീതിമാനാണ്, പിന്നെ കർത്താവ് അതൊന്നും അക്കൗണ്ടബിൾ അല്ല, കണക്കിടില്ല. ശരിയാണ്, നീതിമാന് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നുണ്ടെങ്കിലും അത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വസിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ നീതിമാനായിട്ട് വസിക്കുക എന്നാണ് അർത്ഥം. ആ നീതിമാന് ഉള്ള പ്രത്യേകതയാണ് ഈ ഹൃദയ ഫലകങ്ങളിൽ നീതിയുടെ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ആലേഖനം ചെയ്യപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? അയാൾ
ചെയ്യുന്നത് സ്വാഭാവികമായ രീതിയിൽ തന്നെ ശരിയായ കാര്യമായിരിക്കും, നീതി പ്രവൃത്തിയായിരിക്കും. ആ നീതി പ്രവൃത്തി ഞാൻ പറഞ്ഞത് ചിലപ്പോൾ 1-2 തവണ പഴയ പാപ സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വീണുപോയി എന്ന് വരാം. പക്ഷെ അത് അപ്പോൾ കണക്കിടപ്പെടില്ല. അല്ലെങ്കിൽ അത് അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞു കഴുകൽ പ്രാപിച്ചാൽ അത് കർത്താവ് നീതിമാനായ ആ ആളുടെ ആ പ്രവൃത്തി മൂലം, കാരണം അയാളുടെ പ്രവൃത്തി കൊണ്ടല്ല, കർത്താവ് കൊടുത്ത നീതി കൊണ്ടായതുകൊണ്ട് ഈ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പാപത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടില്ല. അയാൾക്ക് പാപത്തിന് മരിച്ചവനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അറിയാതെ ഒരു പാപം വന്നാലും അറിയാതെ ഒരു വീഴ്ച വന്നാലും അവിടെ ഈ നീതിയിൽ വ്യത്യാസമൊന്നും വരില്ല. നീതിമാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് കറക്റ്റാണ്. പക്ഷെ ഇതില്ലാത്ത അല്ലെങ്കിൽ ഇത് സൗകര്യമാക്കിയിട്ട് നമ്മൾക്ക് പാപത്തിന് വസിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല നീതി. പാപത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് 1-2 പ്രാവശ്യം ഒരാൾ പാപം ചെയ്തു പോയിട്ടും അയാൾ അനുതാപത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ഈ നീതിമാന്റെ ഒരു വലിയ പ്രത്യേകത എന്താ അറിയോ, മനസാക്ഷി വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ എന്താ പറയുക, നമ്മളെ കൃത്യമായി പരിശുദ്ധാത്മാവും മനസാക്ഷിയും നമ്മളെ അപ്പം തന്നെ കൺവിക്റ്റ് ചെയ്യും. അയ്യോ ഇത് പാപമാണ്, ഇത് ചെയ്യേണ്ടാത്ത, നീ അറിയാതെ ചെയ്തു പോയി. അപ്പം തന്നെ നമ്മളെ അത് തിരിച്ച് നമുക്ക് അപ്പം തന്നെ കയറാൻ വേണ്ടി പറ്റും. അങ്ങനെ കയറാതെ ഇതിലാ തന്നെ കിടന്നാൽ ഈ സിന്നിൽ തന്നെ കിടക്കും, ഹൃദയകാഠിന്യം ബാധിക്കും. ഇത് അവിശ്വാസം. അതായത് ഈ എപ്പോഴും നീതി പ്രവൃത്തി ഉള്ളവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ വൃത്തികേടിൽ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ അത് പരിപൂർണമായും വചനത്തിന് അനുസരിച്ചുള്ളതല്ല. കാരണം 1 തിമോത്തി 1:19 കൃത്യമായി പറയേണ്ട, ചില ആൾക്കാർ, ചില മനുഷ്യർ അവർ മനസാക്ഷിയെ പരിപൂർണമായി നിരാകരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആ വിശ്വാസം തന്നെ തകർന്നാൽ പിന്നെ എവിടെ നീതിയുള്ളത്? നീതിക്ക് പ്രസക്തിയില്ലല്ലോ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലേ നീതി വന്നത്. അപ്പോൾ വിശ്വാസം തന്നെ തകർന്നു പോയാൽ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, പിന്നെ ദൈവം പറയണത് ദുഷ്ടഹൃദയം എന്ന അവിശ്വാസം കയറി കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഹൃദയകാഠിന്യം വരാനും സാധ്യതയുണ്ട്. അങ്ങനെ സിന്നിൽ തുടരാൻ അധികാരമില്ല. അത് വളരെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. നീതി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. നീതി ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ പാപിയാണോ എന്നുള്ള ചിന്ത ഒരു നല്ല വിശ്വാസിക്ക്, വചനം അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് കഴിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസി അങ്ങനെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിച്ചാൽ അയാള് അതായത് ഈ വചനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളിൽ ക്ലിയറായി പറയണത്, അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് അവർക്ക് ഞാൻ പാപത്തെക്കുറിച്ച് കൺവിക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ പാപത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ശരിക്കുള്ളൊരു വിശ്വാസി ചിന്തിക്കുകയാണെങ്കിൽ അയാൾ അവിശ്വാസികളുടെ ഗണത്തിലാണ് പെടുക. അപ്പോൾ അയാൾ അത് പാപിയാണോ അങ്ങനെയല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറയണത് ദൈവമാണ്. അപ്പോൾ ഇത് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആ പറഞ്ഞത് എന്നിൽ സംഭവിച്ചു എന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിനെ വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രവൃത്തിയാൽ അല്ല നാം നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം നന്മ പ്രവൃത്തികൾ വേണ്ടെന്നാണോ? അല്ല, നന്മ പ്രവൃത്തികൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് നാച്ചുറലി ഈ നീതിമാനായ പുതിയ സൃഷ്ടിയിൽ നിന്ന് ഉളവായിക്കൊണ്ടിരിക്കും. അത് തന്നെ വരും. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ നയിക്കുന്നില്ലേ നമ്മളെ. അപ്പോൾ അതായത് ഉപവസിക്കണം, തീർച്ചയായിട്ടും വേണം, പ്രാർത്ഥിക്കണം, നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുള്ളവരോട് കരുണയും സ്നേഹവും സുവിശേഷം പ്രസംഗിക്കുകയും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇതെല്ലാം വിശ്വാസത്തിൽ നിന്നുള്ള പ്രവൃത്തിയായിരിക്കണം, നീതിയിൽ നിന്നുള്ള പ്രവൃത്തിയായിരിക്കണം, നീതിക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയല്ല. അതായത് നിങ്ങൾ ഉപവസിച്ചത് കൊണ്ട് നിങ്ങൾ ബെറ്റർ പേഴ്സൺ ആയി എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ അവിടെ കൃപയിൽ നിന്ന് വീഴും. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് നമ്മൾ ഉപവസിക്കുന്നതുകൊണ്ടല്ല, നമ്മൾ നീതിമാൻ ആയതുകൊണ്ട് ഞാൻ നീതിമാൻ ജീവിക്കണ പോലെ ജീവിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും
യോഹന്നാന്റെ സുവിശേഷം 16:10 അവരിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ വീണ്ടും എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, കർത്താവ് ശിഷ്യന്മാരോട് പറയാണ് അല്ലെ, നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ആര് ബോധ്യം തരും? പരിശുദ്ധാത്മാവ്. അപ്പോൾ ശരിക്കും വിശ്വാസിയായി ശരിയായ രീതിയിൽ വിശ്വാസിയായി വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയണത് നീ നീതിമാനാണ് എന്നാണ്. അപ്പോൾ കാരണം നമ്മൾ എന്താണോ നീ ചിന്തിക്കുന്നത് അതുപോലെയാണ് നീ ആയിത്തീരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പാപിയാണോ, ഒരു കുഴപ്പം വന്നോ, കർത്താവ് എന്നെ കൂട്ടില്ലേ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് 100% ആണ് അല്ലേ. വിശ്വാസം അതിൽ 1% സംശയം കയറിയാൽ അത് 100 എന്നുള്ളത് 99 ആയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇടവരുത്താതെ വിശ്വാസത്താലുള്ള ആ നീതി നമ്മൾ മുറുക്ക പിടിക്കുകയും അത് നമ്മൾ പ്രാപിച്ചതല്ല, അത് കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ. അതുപോലെ കൃപയുടെ സമൃദ്ധിയും നീതിദാനവും നമ്മൾ സ്വീകരിച്ചതാണ് കർത്താവിൽ നിന്ന്. ആ സ്വീകരിച്ചതിനെ ആ തന്നവൻ്റെ മഹത്വം ഘോഷിക്കാനാണ് എന്നെ ആക്കി വെച്ചത്. അപ്പോൾ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു പുതിയ ജനത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അവനെ തന്നെ സ്വയം സമർപ്പിച്ചത്. അപ്പോൾ ആ ബോധ്യം നമ്മൾ ഉണ്ടാവുകയും ഞാൻ എൻ്റെ അജണ്ട എല്ലാം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കർത്താവിനെ യൂസ് ചെയ്യല്ല, കർത്താവിൻ്റെ എൻ്റെ കുറിച്ചുള്ള അജണ്ടയിലേക്ക് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കാം. അതാണ് ശരിയായ ക്രിസ്തീയ ജീവിതം. അത് സ്വയത്തിൻ്റെ ഇഷ്ടങ്ങളെ യേശുക്രിസ്തുവിലാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതല്ല. നമുക്ക് വേണ്ടതെല്ലാം, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് തരും. ഇതെല്ലാം പാക്കേജിൽ വന്നോളും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തന്നോളും. പക്ഷെ അതിൻ്റെ ഒപ്പം സ്വയത്തെ ജയിക്കാനും ജഡത്തെ മരിപ്പിക്കാനും ആത്മാവിലുള്ള നടത്തം ശീലിപ്പിക്കാനും പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിയോടെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പ്രേരണയ്ക്കനുസരിച്ച് ചുവട് വെക്കണം. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. അപ്പോൾ എല്ലാ മക്കളെയും നീതിയെ പറ്റിയുള്ള വളരെ ക്ലിയറായ, കൃത്യവും വ്യക്തവുമായ, ശക്തവുമായ ധാരണയിൽ നിന്ന് ഞാൻ നീതിമാനാണ് എന്നുള്ള ബോധ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നീതിയിൽ അനേകരെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്ന വിധത്തിൽ സുവിശേഷത്തിന് വേണ്ടി ശക്തിയോടെ ജ്വലിച്ച് ഉപയോഗിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ മക്കൾക്കും കൃപയിലുള്ള നീതിദാനത്തിൻ്റെ സമൃദ്ധിയിലേക്കും കൃപയിലേക്കുമുള്ള സമൃദ്ധമായ പുതുവർഷവും എല്ലാം ആശംസിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നന്ദി അബ്ബ. ആമേൻ. ഹല്ലേലൂയ.